ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മോമോസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മോമോസ് എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യ സൈഡിലോട്ടൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണ്. മോമോസ് അല്ലെങ്കിൽ ഡംപ്ലിങ്സ് എന്ന് പറയും. അപ്പം എല്ലാവർക്കും അറിയാവുന്ന സാധനം തന്നെയാണ്. ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ടൊക്കെ ഈ ഡിഷ് അവൈലബിൾ ആണ്. ഇപ്പം നമ്മളെല്ലായിടത്തും മിക്കയിടത്തും തന്നെ അവൈലബിൾ ആണ് സാധനം. അപ്പോൾ അങ്ങോട്ടൊക്കെ ഇച്ചിരി ഫേമസ് ആണ്. അപ്പോൾ മോമോസ് എന്ന് പറയുന്നത് പൊതുവേ മൈദയുടെ ഇല ഇറങ്ങി വെച്ചിട്ട് അകത്ത് ഫില്ലിങ് എന്ന് പറയുന്നത് വെജ് ആകാം, നോൺ വെജ് ആകാം. ചിലർ പനീർ വെച്ചിട്ട് ഫില്ലിങ്സ് ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ വെജിറ്റബിൾസ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നോൺ വെജ് ലൈക്ക് ചിക്കന് പോർക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിന്നിവിടെ ചിക്കൻ വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ചിട്ടുള്ള ഒരു മോമോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ മോമോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇതുണ്ടാക്കാനായിട്ട്. കുറച്ചൊന്ന് മെനക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. പക്ഷേ അടിപൊളി നല്ല ടേസ്റ്റാണ്. അപ്പോൾ പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സോസും അതിൻ്റെ കൂടെ ഒരു എന്താണ് മുളക് വെച്ചിട്ടുള്ള ഒരു മുളകും തക്കാളിയും വെച്ചിട്ടുള്ള ഒരു ചട്നിയും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല കോമ്പിനേഷനാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം. എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മൾ ആദ്യം മൈദ എടുക്കുകയാണ്. ഇത് 1 കിലോ മൈദ ഉണ്ട്. അപ്പോൾ നമുക്ക് മുഴുവൻ എടുക്കുന്നില്ല. ഒരു 500 ഗ്രാംസ് മൈദ. ഓക്കെ, 500 ഗ്രാംസ് മൈദ എടുക്കുകയാണ്. ഇത് നമ്മൾ ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ്. ഏകദേശം പകുതി നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു 500 ഗ്രാംസോളം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ചിലർ ഉപ്പിടും, ചിലർ ഉപ്പിടാറില്ല. പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ ഉപ്പിടാം. ഞാൻ കുറച്ച് ഒരു സ്പൂൺ ഉപ്പിടുവാണേ. സ്പൂൺ ഉപ്പിട്ടു. ഇനി നമുക്കിത് നല്ലതായിട്ട് കുഴയ്ക്കണം. ഒത്തിരി ലൂസ് ആകാനും പാടില്ല, ഒത്തിരി ടൈറ്റ് ആകാനും പാടില്ല. ഒരു ഇടയ്ക്ക് നിൽക്കുന്നത് പോലെ. മോമോസ് ഒത്തിരി ഇങ്ങനെ എണ്ണയ്ക്കകത്ത് വറുത്ത് പോരുന്ന സാധനമൊന്നുമല്ലല്ലോ, നല്ല സ്റ്റീമിൽ ചെയ്തെടുക്കുന്നതല്ലേ. അപ്പം അത് ഹെൽത്തിയാണ്. കുറച്ച് കഷ്ടപ്പാടാണ്, എന്നാലും നല്ല ടേസ്റ്റിയാണ്. അതിൻ്റെ കൂടെ ടൊമാറ്റോ ചട്നിയും കൂടെ വേണം. ടൊമാറ്റോ ചില്ലി ചട്നി അതും ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ മൈദ നമ്മൾ കുഴച്ചു. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ ഒക്കെ റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കനാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 840 ഗ്രാം ഉണ്ട്. 840 ഗ്രാം. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് എടുക്കുക. എത്ര നിങ്ങൾ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ബോൺലെസ് ചിക്കനാണിത്. നമ്മളിത് നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ കീമയാക്കണം. നല്ല നൈസായിട്ടിത് കുത്തി അരിഞ്ഞെടുക്കണം. ഇത് മിക്സിക്കകത്ത് അടിച്ച് കഴിഞ്ഞാൽ ഒത്തിരി സോഫ്റ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതിൽ കിടക്കണം. ഞാൻ കാണിക്കാം എങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ കീമ ഉണ്ടാക്കാം ക്ലീൻ ചെയ്തിട്ട്. ഓക്കെ, ആദ്യം നമ്മൾ നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്കത് കീമയാക്കി എടുക്കാൻ. ഓക്കെ,
ഓക്കെ, അപ്പം നമ്മൾ ഇത് ചിക്കൻ നല്ലതായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നല്ല ഇതുപോലത്തെ പിച്ചാത്തി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ നല്ലതായിട്ട് ഇത് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ ഉണ്ടാക്കിയത് ഇതുപോലെ മിക്സിക്കകത്തിട്ടാണ് ചെയ്തത്, പക്ഷേ അത് ഒത്തിരി നൈസായിട്ട് അരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലത്തെ പിച്ചാത്തി ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ കണ്ടോ നമ്മുടെ മോമോസ് ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് ഇതൊക്കെ തന്നെയാണ്. നമുക്കിതൊക്കെ ഇത് കീമയായിട്ട് കിട്ടും, മേടിക്കാൻ കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ നമ്മളത് കീമയായിട്ട് മേടിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും പണി കുറഞ്ഞിരിക്കും. അല്ലെങ്കിൽ നമ്മളിതുപോലെ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല അടിപൊളി മോമോസ് കിട്ടും. നോർത്ത് ഇന്ത്യയിലൊക്കെ നിന്നിട്ടുള്ളവർക്കറിയാം. ഇപ്പം നാട്ടിലൊക്കെ ഉണ്ട് കേട്ടോ, നാട്ടിലൊക്കെ പല സ്ഥലങ്ങളിലും നല്ലത് കിട്ടും. പക്ഷേ ഒറിജിനൽ ടേസ്റ്റ് വരുന്നത് നേപ്പാളീസ് ഉണ്ടാക്കണ മോമോസാണ്. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ചിക്കൻ നല്ലതായിട്ട് കീമയാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇതിനകത്ത് സാധാരണ ഇൻഗ്രീഡിയൻസ് ഇടുന്നത് ഒന്ന് ഒനിയൻ വേണം, പിന്നെ ജിഞ്ചർ ഗാർലിക് വേണം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ കുറച്ചേറെ എടുത്തിട്ടുണ്ട്, ഇത് നമ്മൾ മുഴുവൻ ഇടുന്നില്ല. പിന്നെ ഒരു ഇത്ര ഇഞ്ചിയുണ്ട്. അപ്പോൾ അത്രയും തന്നെ, എത്ര ഇഞ്ചിയുണ്ട് അത്രയും തന്നെ നമ്മൾ ഗാർലിക്കും ഇടും. ചിലരിടും ചിലരിടത്തില്ല, പക്ഷേ നമ്മൾ ഇവിടെ ഗാർലിക്കും ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ സ്പ്രിംഗ് ഓനിയൻസ് നല്ലതാണ് ഇതിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ സ്പ്രിംഗ് ഓനിയൻസ് ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ക്യാബേജാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ക്യാബേജ്, ഒരു മീഡിയം സൈസ് ക്യാബേജാണ്. ഇതിൻ്റെ ഒരു ഹാഫ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഹാഫ് ക്യാബേജ്, അപ്പോൾ ഇത്രയാണ് നമ്മൾ നല്ലതായിട്ട് ചോപ്പ് ചെയ്യാൻ പോകുക. ചോപ്പ് ചെയ്തിട്ട് നമ്മൾ കീമ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനകത്ത് മിക്സ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് പിന്നെ ഉപ്പും സോയ സോസുമാണ്. അപ്പോൾ അത് ഞാൻ പറയാം എത്ര ഇടണ്ടേന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇത് നല്ലതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് സാധനങ്ങൾ എടുത്തു വന്നപ്പോൾ കുറേ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ ക്യാബേജിൻ്റെ. ഓക്കെ, അത്രയും മതി. ഇപ്പോൾ ഓൾറെഡി കണ്ടില്ലേ നമുക്ക് സവാളയും മറ്റേ സ്പ്രിംഗ് ഓനിയനും ക്യാബേജും ഇതെല്ലാം കൂടെ കുറേ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ കാൽ പാട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മൾ ചട്നിക്ക് വേണ്ടിയിട്ടുള്ള സാധനം അതിൻ്റെ സൈഡിൽ കൂടെ റെഡിയാക്കുവാണ്. ഇത് എത്ര തക്കാളി ഉണ്ട്? ഒരു 5-6 തക്കാളി. നമ്മുടെ ചട്നി എത്ര ആവശ്യമെന്ന് വെച്ച് ഞാൻ അതിനനുസരിച്ച്. ഓക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ വറ്റൽമുളക് ഇത്രയും വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്നിക്ക് ആവശ്യമായിട്ടുള്ള എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും. എന്നിട്ട് നമ്മളിത് ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി കാണും. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചിത് നല്ലതായിട്ട് തിളപ്പിക്കും. ഓക്കെ. അപ്പം നമുക്കിത് തിളപ്പിക്കാൻ വെക്കാം. സാധനങ്ങൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തോട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ട് കുറച്ച് ഉപ്പ്, അപ്പോൾ ഇതിനാവശ്യമുള്ള അത്ര ഉപ്പാണ്. ഒരു 2 സ്പൂൺ ഉപ്പ് ഇടുവാണേ. അപ്പോൾ നമുക്ക് ചിക്കനൂടെ വരുവേ. ചിക്കനൂടെ വരുന്നതുകൊണ്ട് ഞാനൊരു 2 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വേണ്ടത് സോയാ സോസാണ്. ഇത് മാൻഡേറ്ററി ഒന്നുമല്ല, വേണമെങ്കിൽ ആഡ് ചെയ്താൽ ഒരു ഞാൻ ഇവിടെ ഒരു 2-2.5 സ്പൂണ് സോയ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ഒന്ന് സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ട് ശരിക്കും അവർ ഉപയോഗിക്കുന്നത് ഡാൽഡയാണ്, പക്ഷെ നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അല്ല ബട്ടറോ വേണമെങ്കിൽ നമുക്ക് ബട്ടറോ ഒലിവ് ഓയിലോ ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതൊരു 3-4 സ്പൂണ് ഞാൻ ഒഴിക്കുകയാണ്. അത് ആവശ്യാനുസരണം നിങ്ങൾ എടുക്കുക. ഇനി നല്ലതായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. ചിക്കനോട് ഇതിലൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ചട്നിക്കുള്ള ടൊമാറ്റോയും നമ്മുടെ റെഡ് ചില്ലീസും പിന്നെ ഗാർലിക്കും ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ഡോ പരത്താൻ നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ. ഇനി നമ്മുടെ മാവ് നമുക്ക് എങ്ങനെയായെന്ന് നോക്കാം. മാവ് എന്നിട്ട് പരത്തി തുടങ്ങാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സ്. അപ്പോൾ നമ്മൾ മൈദ കുഴച്ച് വെച്ചിരിക്കുന്നത് ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളതുപോലെ നമ്മളത് പരത്തിയെടുക്കണം. പരത്തിയെടുത്തിട്ട് ഇതുപോലത്തെ ഒരു കുക്കി കട്ടറിൻ്റെ സഹായത്തോടെ നമ്മളത് കട്ട് ചെയ്ത് റൗണ്ടാക്കി എടുക്കും. എന്നിട്ട് നമ്മളതിനകത്ത് ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കും. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ ചപ്പാത്തിപ്പലക. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. കുക്കി കട്ടർ വേറെ ഷേപ്പായിരുന്നു, നമ്മളത് റൗണ്ടാക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ പരത്തിയിരിക്കുകയാണ്. നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. ഓക്കെ. ഇതുപോലെ വെച്ചിട്ട് അമക്കുക. അപ്പം നമുക്ക് ഈ ഇത്രയും പരത്തേനകത്തുനിന്ന് നമുക്ക് എത്ര എണ്ണം കിട്ടി? 1 2 3 4 5 6 7 അപ്പോൾ 7 എണ്ണം നമുക്കിത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കിതുണ്ടാക്കി നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ട് നമ്മുടെ മിക്സ്ചർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ്ചർ എടുത്തിട്ട്
ഇത് കുറച്ചെടുത്ത് ഇങ്ങനെ വെക്കണം. വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ എഡ്ജ് ഇവിടെ ഇതാക്കി കൊടുക്കണം. ഇച്ചിരി വെള്ളം തൊട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം, അപ്പോൾ നല്ലതായിട്ട് സ്റ്റിക്കായിട്ടിരുന്നോളും. ഓക്കെ, എൻ്റെ ഇതുപോലെ ഏകദേശം ഈ ഷേപ്പിൽ കിട്ടും. ഇതാണ് നമ്മുടെ മോമോ അല്ലേ, ഡംപ്ലിങ്സ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുടെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ട ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ ഉണ്ട് ഉണ്ടാക്കാൻ, പക്ഷേ നമ്മൾ ഇത്രയും ആക്കിയിട്ടുണ്ട്. ഇനിയും ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിൽ ബട്ടർ പുരട്ടും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ബട്ടർ എടുത്തിട്ട് ഇതിൻ്റെ പുറത്ത് നമ്മൾ അപ്ലൈ ചെയ്യും. ഓക്കെ, ആ ഒരു ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ടാണ്. ഇച്ചിരി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതുപോലെ ബട്ടറോ നെയ്യോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബട്ടറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ബട്ടർ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ടത് സ്റ്റീം ചെയ്യണം. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ സ്റ്റീമറിൻ്റെ അകത്ത് വെക്കാൻ പോവാണ്. ഇതുപോലെ എടുത്തിട്ട് ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മൾ ജസ്റ്റ് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളത് ഒട്ടിയിരിക്കും. അപ്പോൾ ഒട്ടിയിരിക്കാതിരിക്കാനായിട്ട് നമ്മളിതുപോലെ ബട്ടർ തേച്ച് കൊടുക്കും. എന്നിട്ട് ഇതുപോലെ ഓരോ മോമോസ് എടുത്ത് നമ്മൾ ഇങ്ങനെ ഒട്ടാത്ത രീതിയിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഒരു സെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുടെ നമുക്ക് ഉണ്ടാക്കി സ്റ്റീം ചെയ്തെടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ തക്കാളിയും പിന്നെ നമ്മുടെ വറ്റൽ മുളകും കൂടെ നമ്മൾ തിളപ്പിച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും കൂടെ തിളപ്പിച്ചത് ഇത് തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തണുത്ത് കഴിയുമ്പോൾ നല്ലതായിട്ട് മിക്സിയിൽ അരച്ചെടുക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റ് വെന്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് എടുത്ത് പ്ലേറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ,
ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ചിക്കൻ നമ്മൾ റോ ആയിട്ടല്ലേ ചിക്കൻ വെച്ചേക്കുന്നത്, അപ്പോൾ ചിക്കൻ വേകാനുള്ള ടൈം വേണം. നമ്മൾ നമ്മുടെ മോമോസ് റെഡി, ഒറിജിനൽ മോമോസ്. അപ്പോൾ നമ്മൾ തണുക്കാൻ വെച്ചിരുന്ന നമ്മുടെ ചട്നിയുടെ കൂട്ട് ഇത് അരച്ചെടുക്കാൻ പോകും, നല്ലതായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചട്നി ഇങ്ങനെ അടുപ്പത്തിൽ നിന്ന് തിളയ്ക്കുവാണ്. നമ്മളത് അരച്ച് കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ കുറച്ചൊന്ന് തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. പക്ഷേ ഇത് ഇച്ചിരി നമുക്ക് എരി കൂടിപ്പോയി. അപ്പോൾ നമ്മൾ ഇച്ചിരി സോയാ സോസും ഇച്ചിരി വിനിഗറും നമ്മൾ അതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പും ആഡ് ചെയ്യാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. പക്ഷേ നമ്മൾ ഇപ്രാവശ്യം മുളക് എടുത്തപ്പോൾ നമ്മളങ്ങനെ ഉണ്ടാക്കുന്നതല്ലല്ലോ, അപ്പോൾ മുളക് എടുത്തപ്പോൾ ഇച്ചിരി എരി കൂടിപ്പോയി. അതർവൈസ് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മോമോസ് റെഡി ആയിരിക്കുകയാണ്, മോമോസും ചട്നിയും. ഇതാണ് നമ്മുടെ മോമോസ്. ഇങ്ങനെയുണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ.